ഹലോ ഗൈസ്, ഹൈലൈറ്റ് മാളിലെ ലുലുവിൽ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് ഒന്ന് പോയതാണ് കേട്ടോ. എന്നാൽ ഇത്ര തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയില്ല. മാളിൽ വേറെ സ്ഥലത്തൊന്നും അധികം തിരക്കില്ല. ഫുഡ് കോർട്ടിലും അതുപോലെ തന്നെ ലുലുവിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഉള്ളിൽ കയറി. തൃശ്ശൂർ പൂരത്തിൻ്റെ ജനമുണ്ട്, അതിലും തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. തട്ടിത്തടഞ്ഞ് ട്രോളിങ് കൊണ്ട് നടക്കാൻ വരെ പറ്റണില്ല. ഇത്രയ്ക്കധികം ഓഫർ ഉണ്ടോയെന്ന് എനിക്കിട്ട് നോക്കിയിട്ട് മനസ്സിലാവണില്ല. എന്നാലും ചില സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ട്. എന്നാൽ പിന്നെ ഓഫറുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ ഓഫറുള്ള സാധനം കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. എല്ലാവരും തിരക്കാണല്ലോ. ഈ തിരക്കിനുള്ളിൽ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊട്ടയിലിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു. പിന്നെ ഓഫർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ നോക്കുമ്പോൾ ഒരു ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ കണ്ട്, ചെറുതാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പനും മോനും അവിടെ സ്റ്റക്കാവും. കുറച്ച് നേരം അതൊക്കെ നോക്കി. പിന്നെ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. അതും നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ ലുലു ആണല്ലോ, അത് കാരണം കൊണ്ട് നമുക്ക് കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും തിരക്കെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ദിവസത്തിന് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞിട്ടായി വാശി. കാരണം കുട്ടിക്ക് വിശന്ന് തുടങ്ങി. നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയ പർച്ചേസാണ്, 8:30 കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ വിശപ്പകറ്റാന്നുള്ള രീതിയിൽ ഡോണറ്റും മേടിച്ചു. പിന്നെ അധികം ഒന്നും നോക്കിയില്ല, വേഗം ബില്ല് ചെയ്തു. ബില്ലിംഗ് കൗണ്ടറിലെ വരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ ക്യൂ ആണ്. എന്നാലും പിന്നെ നമുക്ക് എന്തായാലും എടുത്ത സാധനങ്ങൾ ബില്ല് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ അത്രയും വലിയ ടാസ്കൊക്കെ കഴിഞ്ഞ് അവസാനം എന്തായാലും നമ്മൾ പോവാണ്. പാർക്കിംഗ് പോലും കിട്ടില്ല കേട്ടോ. നമ്മൾ വന്നിട്ട് കുട്ടനല്ലൂർ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലൊക്കെയാണ് പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാർ എടുത്തിട്ട് വരണ്ടേ. പിന്നെ നമുക്ക് സമ്മാനമായി കിട്ടിയത് ഇത്രയും നീളത്തിലുള്ള ഒരു ബില്ലാണ് കേട്ടോ.